ഞായറാഴ്ചയായിട്ട് നിങ്ങൾക്ക് ഇന്ന് കല്യാണം വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു കല്യാണം കൂടാൻ പോണം. അപ്പൊ പിന്നെ സമയം കളയാതെ രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി പരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ദേ വരുന്നു മീൻകാരൻ. ഇന്ന് മീനൊന്നും വാങ്ങിക്കേണ്ടെന്നാണ് ആദ്യം ഞാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും മീൻകൊട്ടയിൽ ആ ചൂര കണ്ടപ്പോഴത്തേക്ക് എന്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് മഞ്ഞളിച്ചു. പിന്നെ വിചാരിച്ചു ഇന്നെടുത്തില്ലെങ്കിലും നമുക്ക് നാളെ എടുക്കാലോ. അപ്പൊ പിന്നെ അത് വാങ്ങിച്ച് നേരെ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി. കല്യാണത്തിന് പോയിട്ട് നല്ലൊരു സദ്യ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ എന്റെ മനസ്സ് അതിന് അനുവദിച്ചില്ല. എന്താന്ന് വെച്ചാലേ ഇന്നലെ വാങ്ങിച്ച സേവനാഴി ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറി സെറ്റാക്കി. സത്യം പറഞ്ഞാൽ ഈ മുട്ടക്കറിയെ അങ്ങനെ പറഞ്ഞാൽ ഒതുക്കാൻ പറ്റത്തില്ല, കാരണം ഇതിനകത്ത് ഞാൻ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇതിനെ പൊട്ടറ്റോ മുട്ടക്കറി എന്ന് വിളിക്കാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പീലിക്ക് ചെറിയൊരു പനി ആയതുകൊണ്ട് തന്നെ അവളെ ഏട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോയി. അങ്ങനെ കല്യാണവും കഴിഞ്ഞ് നേരെ പോയി സദ്യ കഴിക്കായിരുന്നു. നല്ല പരിപ്പും പപ്പടവും കറികളും 3 കൂട്ടം പായസവും ബോളിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അപ്പോഴേ നമ്മുടെ ന്യൂ ഇയർ ഗിവ് അവേ വിന്നർ ഇതുവരെ കോൺടാക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പുതിയൊരു വിന്നറിനെ സെലക്ട് ചെയ്യാണ്. അങ്ങനെ അടുത്ത വിന്നർ ആയിരിക്കുന്നത് ആതിര BS ആണ്. പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഓക്കെ, ബൈ.